വരുമ്പോൾ പശ്ചിമേഷ്യൻ യുദ്ധവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റിലേക്കാണ്. ആദ്യം അമേരിക്കൻ നിർദ്ദേശത്തിൽ വിലയിരുത്തൽ തുടരുന്നതായും തീരുമാനമായാലുടൻ പാകിസ്ഥാന് കൈമാറുമെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം. അമേരിക്കയും ഇറാനും കരാറിലേക്ക് അടുക്കുന്നത് സമാധാന സാധ്യതകൾ വർദ്ധിപ്പിച്ചതായി പാകിസ്ഥാൻ. സംഭാഷണവും നയതന്ത്രവും തന്നെയാണ് രാജ്യം ലക്ഷ്യം വെക്കുന്നതെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി പറഞ്ഞു. അതേസമയം കരാറിൽ നിന്ന് പിന്മാറിയാൽ ഇറാനെ കാത്തിരിക്കുന്നത് വലിയ അപകടമാകുമെന്ന് ട്രംപിന്റെ ഭീഷണി. വീണ്ടും ഇറാൻ അനുകൂല നിലപാട് സ്വീകരിച്ച ഇറാഖ് എണ്ണ സഹമന്ത്രിക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചും UN രക്ഷാസമിതിയിൽ ഹോർമുസ് തുറക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ചും അമേരിക്ക. അതിനിടെ ഗസയിലും ലെബനനിലും ആക്രമണം വ്യാപിപ്പിക്കുകയാണ് ഇസ്രായേൽ. ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യയുടെ മകനെ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊലപ്പെടുത്തി. MCA നാസർ വിശദാംശങ്ങൾ നൽകും. MCA, പ്രതീക്ഷയും പ്രത്യാശയും ബാക്കിയാക്കുന്ന മണിക്കൂറുകളാണ്. ഇന്നലെ അമേരിക്ക മുന്നോട്ട് വെച്ച പുതിയ സമാധാന ഉടമ്പടിയിൽ അല്ലെങ്കിൽ പുതിയ നിർദ്ദേശങ്ങളിൽ ഇറാൻ ചർച്ചകൾ തുടരുകയാണ്. അപ്പോൾ ഏറെക്കുറെ പുറത്തു വരുന്ന സൂചനകളനുസരിച്ച് പുതിയ നിർദ്ദേശങ്ങളോട് ഒരു സമ്മതം മൂളുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ എപ്പോഴത്തേക്ക് ഇരു രാജ്യങ്ങളും തമ്മിലൊരു കരാറിലെത്തിച്ചേരാൻ സാധ്യതയുണ്ട്? സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതീക്ഷകളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. കാരണം പിന്നിട്ട 2 ദിവസങ്ങളായി ഇറാൻ നേതൃത്വം വളരെ വിശദമായി തന്നെ അമേരിക്ക മുന്നോട്ട് വെച്ച 14 പോയിന്റുകൾ ചർച്ച ചെയ്തു വരികയാണ്. വെടിനിർത്തൽ, അതോടൊപ്പം തന്നെ മേഖലയിലെ കെട്ടുറപ്പും സമാധാനവും, ഈ 2 വിഷയങ്ങളിൽ തങ്ങളുടേതായിട്ടുള്ള വിലയിരുത്തലും തീരുമാനവും ആയതായിട്ടാണ് അല്പം മുമ്പ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇനി സങ്കീർണമായിട്ടുള്ള ആണവ പദ്ധതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലാണ് ഈ ഇറാൻ ഒരു സമവായത്തിലൂടെ ഒരു തീർപ്പിലെത്തേണ്ടത്. അക്കാര്യം ഒരുപക്ഷെ അടുത്ത ഒരു 24 മണിക്കൂറിനുള്ളിലെങ്കിലും ഇറാൻ ഒരു പര്യാലോചനകൾ നടത്തി ഒരു തീരുമാനം കൈക്കൊള്ളും. ആ തീരുമാനം മധ്യസ്ഥ രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ മുഖേന അമേരിക്കയെ അറിയിക്കും. തുടർന്ന് അമേരിക്കയുടെ നിലപാട് അത് സ്വീകാര്യമായിട്ടുള്ള ഒരു ഫോർമുലയാണെങ്കിൽ ഒരു കരാറിലേക്ക് വരും. അതല്ല അമേരിക്ക മുന്നോട്ട് വെച്ച ഈ 14 പോയിന്റുകൾക്ക് സ്വീകാര്യമല്ലാത്തൊരവസ്ഥ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ ട്രംപ് മുന്നറിയിപ്പ് നൽകിയതുപോലെ കുറെ കൂടി സൈനികമായിട്ടുള്ള നടപടികളിലേക്ക് അമേരിക്ക നീങ്ങും. പക്ഷെ അത്തരമൊരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് മധ്യസ്ഥ രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അത്രയും ശുഭകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. ഇന്നിപ്പം പാക് വിദേശകാര്യമന്ത്രിയും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയുമായിട്ട് ടെലിഫോണിൽ വിശദമായി സംസാരിച്ചിരുന്നു. ചില കാര്യങ്ങളിൽ കൂടി ഇറാന് വ്യക്തത വേണമായിരുന്നു. അത് പാകിസ്ഥാൻ അമേരിക്കയുമായി ചർച്ച നടത്തി അക്കാര്യം ഇറാനെ അറിയിച്ചു എന്നാണ് ഏറ്റവും അവസാനം ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. ഇനി ഇറാന്റെ ഒരു തീരുമാനം, ഈ 14 പോയിന്റുകൾ ഏതൊക്കെയായിരിക്കും ഇറാൻ സ്വീകരിക്കുക, ഏതൊക്കെ തള്ളും എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലായിരിക്കും ഇനി തീർപ്പ് ഉണ്ടാകേണ്ടത്. നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ യുദ്ധവിരാമത്തിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. മേഖലയിലെ ഖത്തർ ഉൾപ്പെടെ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളും തങ്ങളുടെ പൂർണ്ണ പിന്തുണ പാകിസ്ഥാന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇന്ന് മുന്നോട്ട് വെച്ച ഒരൊറ്റ നിർദ്ദേശം, കരാർ ഒപ്പിടുകയാണെങ്കിൽ അത് ഇസ്ലാമാബാദിൽ തന്നെ വേണം എന്നൊരു നിർദ്ദേശമാണ് ഇറാനും അമേരിക്കയ്ക്കും മുമ്പാകെ സമർപ്പിച്ചിരിക്കുന്നത്. ജനീവ ഉൾപ്പെടെയുള്ള നഗരങ്ങളിലേക്ക് ഈ ചർച്ച മാറ്റണം എന്നൊരു നിർദ്ദേശം ഉയർന്നിരുന്നു. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഇസ്ലാമാബാദിൽ തന്നെ ഈ ഒരു കരാർ ഒപ്പുവെക്കണം. ഇതിനകത്ത് ഇപ്പോൾ ഇറാന് കൺസേൺ ഉണ്ടാവാൻ പോകുന്ന 2 നിർദ്ദേശങ്ങളിൽ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തണം, സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറണം എന്നതടക്കമുള്ള 2 പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ്. ഇക്കാര്യത്തിൽ എന്തായിരിക്കും ഇറാന്റെ ഒരു സ്റ്റാൻഡും ഇറാന്റെ മറുപടിയും? സൈഫുദ്ദീൻ, ഇതിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി നിലനിൽക്കുന്ന പ്രാഥമികമായിട്ടുള്ള ഒരു നടപടി വേണ്ടത് ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട ആ പ്രതിസന്ധിക്ക് പരിഹാരം കാണുക എന്നതാണ്. അതുകൊണ്ട് അമേരിക്കയും ഇറാനും ഏറെക്കുറെ അക്കാര്യത്തിൽ ഒരു ധാരണയിലേക്ക് എത്തി എന്നാണ് പാകിസ്ഥാൻ മാധ്യമങ്ങളും മറ്റും ഉദ്യോഗസ്ഥർ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് നാവിക ഉപരോധം പിൻവലിക്കുക, തുടർന്ന് ഹോർമുസ് കടലിടുക്കിലൂടെ യാതൊരു നിയന്ത്രണവുമില്ലാത്ത ചരക്ക് കപ്പലുകൾക്ക് കടന്നു പോകാനുള്ള സൗകര്യമൊരുക്കുക. ഈ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു ചർച്ച എത്തി നിൽക്കുന്നത് ആ ഒരു പോയിന്റിലാണ്. അത് വരികയും ഒരു മാസത്തിനുള്ളിൽ ആണവ വിഷയം ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങളിൽ തീർപ്പിലേക്ക് പിന്നീട് പോകാമെന്നൊരു നിർദ്ദേശമാണ് അമേരിക്ക സമർപ്പിച്ചതായി പറയുന്ന നിർദ്ദേശത്തിലുള്ളത്. പക്ഷെ ഔദ്യോഗികമായിട്ട് എന്തൊക്കെയാണ് ഈ 14 പോയിന്റുകൾ എന്ന കാര്യത്തിൽ പാകിസ്ഥാനോ അല്ലെങ്കിൽ അമേരിക്കയോ ഇറാനോ ഒരു കാര്യവും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. മാധ്യമ റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മളും ആശ്രയിക്കുന്നത്. അതുകൊണ്ട് ഏതൊക്കെ വിഷയങ്ങളായിരിക്കും ഈ 14 പോയിന്റിൽ വരിക എന്ന കാര്യം പിന്നെ നിലവിൽ അത് സംബന്ധിച്ച ഒരു പരിമിതി എല്ലാവർക്കും ഉണ്ട്. പക്ഷെ എങ്കിലും
ചർച്ചകൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതോടുകൂടി തന്നെ ഈ സംഘർഷത്തിൽ വലിയ അയവ് വരും. അത്തരമൊരു സാഹചര്യത്തിൽ ആണവ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്നാണ് പിന്നെ ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുമാത്രമല്ല, അമേരിക്കൻ നേതൃത്വം ഇന്നും വ്യക്തമാക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ തങ്ങൾ ഒരുക്കമല്ല. യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായിട്ട് നിർത്തിവെക്കണം. അതോടൊപ്പം തന്നെ സമ്പുഷ്ടീകരിച്ച 450 കിലോഗ്രാം വരുന്ന യുറേനിയം പൂർണ്ണമായിട്ടും തങ്ങൾക്ക് കൈമാറണം എന്ന ആ നിലപാടിൽ മാറ്റമില്ല എന്നാണ് US സ്റ്റേറ്റ് വകുപ്പിന്റെ ഉദ്യോഗസ്ഥരൊക്കെയും അമേരിക്കൻ മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിൽ വ്യക്തമാക്കുന്നത്. പക്ഷേ ചുരുങ്ങിയൊരു കാലത്തേക്ക് ഇപ്പോൾ യുറേനിയം സമ്പുഷ്ടീകരണം ഒരു 10 വർഷം അല്ലെങ്കിൽ 15 വർഷം വരെ നിർത്തിവെക്കാൻ ഇറാൻ നേരത്തെ തന്നെ സന്നദ്ധത അറിയിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഒരു നിലയ്ക്കും അമേരിക്കയ്ക്ക് കൈമാറില്ല എന്ന കാര്യത്തിൽ ഇറാൻ ഉറച്ചു നിൽക്കുകയാണ്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സങ്കീർണമായിട്ടുള്ള വിഷയങ്ങൾ ഇതാണ്. പക്ഷേ തുടക്കം എന്ന നിലയ്ക്ക് ഹോർമുസ് പ്രതിസന്ധി തീരുന്നതോടുകൂടി തന്നെ ഈ യുദ്ധത്തിനും അല്ലെങ്കിൽ സംഘർഷത്തിനും അയവ് വരും എന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇതിനെ ഏറ്റവും കൂടുതൽ തുരങ്കം വെക്കാൻ പോകുന്നത് ഇസ്രായേൽ തന്നെയാണ്. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ സംഘർഷത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഒരു പിൻവാങ്ങണം എന്നൊരു നിലപാടിലാണ് ട്രംപ് എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം അത്രമാത്രം വലിയ ആഭ്യന്തര പ്രതിസന്ധി ട്രംപ് നേരിടുന്നുണ്ട്. ഒക്ടോബറിൽ ഇടക്കാല തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. റിപ്പബ്ലിക്കൻ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം അവസാനിച്ചിട്ടില്ലെങ്കിൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാവുന്ന ഒരവസ്ഥയുണ്ട്. സഖ്യരാജ്യങ്ങളാവട്ടെ ആരും തന്നെ ഈ സംഘർഷം മുന്നോട്ട് പോകുന്നതിന് അനുകൂലമായിട്ടുള്ള തീരുമാനം എടുത്തിട്ടില്ല. പക്ഷേ ഇസ്രായേൽ നേതൃത്വം ഇപ്പോൾ പോലും ചെയ്യുന്നത് ലബനാനിൽ വെടിനിർത്തൽ നിലവിലുണ്ട്, ഗസയിൽ വെടിനിർത്തൽ നിലവിലുണ്ട്. ഇതൊക്കെ നിലനിൽക്കെ തന്നെയാണ് വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തി നിരപരാധികളായിട്ടുള്ള ഒരുപാട് മനുഷ്യരെ പിന്നിട്ട ദിവസങ്ങളിലൊക്കെയും കൂട്ടക്കുടി നടത്തുന്ന ഒരവസ്ഥയിലേക്കാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഹമാസിന് വേണ്ടി ചർച്ചകളിൽ പങ്കെടുക്കുന്ന അതിന്റെ മുതിർന്ന നേതാവ് ഖലീൽ ഹയ്യയുടെ മകനെ വധിച്ചത് ഉൾപ്പെടെയുള്ള സംഭവ വികാസങ്ങൾ ഇന്നും ഇന്നലെയുമായിട്ട് ഉണ്ടായിരിക്കുന്നത്. കാരണം അസാം എന്ന പേരുള്ള ആ 4ാമത്തെ ഖലീൽ ഹയ്യയുടെ മകനെയാണ് ഇപ്പോൾ വധിച്ചിരിക്കുന്നത്. നേരത്തെ 3 പേരെയും ഖത്തറിലും അതോടൊപ്പം തന്നെ ഗസയിലും നടന്ന വിവിധ ആക്രമണങ്ങളിലാണ് 3 മക്കൾ കൊല്ലപ്പെട്ടത്. ഇന്നിപ്പോൾ 4ാമത്തെ ഒരു മകൻ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു. 7 മക്കളാണ് ഖലീൽ ഹയ്യക്കുള്ളത്. ഈ തിരിച്ചടി അല്ലെങ്കിൽ ഇത്തരം ആളുകളെ വധിക്കുന്ന ഈ ഒരു നീക്കം സ്വാഭാവികമായിട്ടും വെടിനിർത്തൽ നീക്കങ്ങളെ അതോടൊപ്പം തന്നെ സമാധാന ചർച്ചകളെ തുരങ്കം വെക്കുമെന്ന് ഇസ്രായേലിന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ ഇറാനും അമേരിക്കയും തമ്മിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു രമ്യതയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിന് തുരങ്കം വെക്കാൻ ഇസ്രായേൽ എല്ലാ നീക്കങ്ങളും നടത്തും. അതിനെ അമേരിക്കയെ പ്രതിരോധിക്കുമോ, അതല്ല ഇസ്രായേലിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി വീണ്ടും ഇറാനുമേൽ ആക്രമണം പുനരാരംഭിക്കുമോ എന്ന ചോദ്യമാണ് ഈ ഘട്ടത്തിലും ബാക്കിയുള്ളത്. സൈഫുദ്ദീൻ. യെസ്, എന്തായാലും നിലവിൽ ഹോർമുസ് കടലിടുക്കിൽ ഉള്ള ഉപരോധം നീക്കുക, നിലവിൽ ചരക്ക് നീക്കം സുഗമമാക്കുക, അങ്ങനെ ഈ ചരക്ക് നീക്കത്തിലുള്ള പ്രതിസന്ധി വേഗം മറികടക്കുക എന്നുള്ളതാണ് രണ്ട് രാജ്യങ്ങളുടെയും മുന്നിലുള്ള ഏറ്റവും പരമപ്രധാനമായ കൺസേൺ. അതിനനുസരിച്ചാണ് വേഗത്തിലൊരു കരാറിലേക്ക് എത്താൻ ഇരു രാജ്യങ്ങളും ശ്രമിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അമേരിക്ക മുന്നോട്ട് വെച്ച 15 നിർദ്ദേശങ്ങളിൽ ഏറെക്കുറെ സമ്മതം മൂളിയിട്ടുണ്ട് ഇറാൻ എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വേഗത്തിൽ തന്നെ ഒരു കരാറിലേക്ക് എത്താൻ ഇരു രാജ്യങ്ങൾക്കും കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. MCA നാസറാണ് വിശദാംശങ്ങൾ നൽകിയത്. ഉപരോധം പിൻവലിക്കാനുള്ള US തീരുമാനത്തിന് ശേഷവും ഹോർമുസ് മേഖലയിൽ കാര്യമായ ചലനങ്ങളില്ല. മാസങ്ങളോളം താൽക്കാലികമായി ഹോർമുസ് തുറന്നാലും ഗുണമുണ്ടാകുമെന്ന് തോന്നുന്നില്ലെന്നാണ് ആഗോള ഷിപ്പിംഗ് ഭീമനായ മേഴ്സ്കിന്റെ വിലയിരുത്തൽ. അതിനിടെ റഡാർ ഓഫ് ചെയ്ത് പല ഗൾഫ് കപ്പലുകളും ഹോർമുസ് കടന്നതായും ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. യുദ്ധം തീരുമോ എന്ന പ്രതീക്ഷയിലാണ് ഗൾഫ് മേഖല. എന്നാൽ ഗൾഫിന്റെ സാമ്പത്തിക രംഗം പഴയ നിലയിലേക്ക് എത്താൻ ഹോർമുസ് തുറക്കണം. അത് താൽക്കാലികമായി മാസങ്ങളോളം തുറന്നിട്ട് കാര്യമില്ല. സമ്പൂർണമായി യുദ്ധം അവസാനിച്ചാലേ ഗുണമുണ്ടാകൂ എന്നാണ് അന്താരാഷ്ട്ര ഷിപ്പിംഗ് ഭീമനായ മേഴ്സ്കിന്റെ മേധാവി വിൻസെന്റ് ക്ലർക്ക് പറയുന്നത്. അല്ലെങ്കിൽ ഷിപ്പിംഗ് കമ്പനികൾക്ക് ഉയർന്ന ഇന്ധനവിലയും ഗൾഫ് മേഖലയിലേക്കുള്ള സുരക്ഷിത യാത്രാ ഭയവും തുടരുമെന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. മേഴ്സ്കിന്റെ ഇന്ധന ചെലവ് യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇരട്ടിയായി. ഏകദേശം 4300 കോടി രൂപയാണ് അധികമായി ചിലവ് വന്നത്. ഇത് മുഴുവൻ ഉപഭോക്താക്കളിൽ നിന്നും ഫ്രൈറ്റ് നിരക്ക് കൂട്ടി തിരികെ പിടിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഇതിന് പിന്നാലെയാണ് പല മേഖലയിലും വിലയേറ്റങ്ങൾ പ്രകടമായത്. മേഴ്സ്കിന് കഴിഞ്ഞ 3 മാസത്തിനിടെ നഷ്ടമുണ്ടായെന്ന പ്രസ്താവനയ്ക്ക് പിന്നാലെ മേഴ്സ്കിന്റെ ഓഹരി 7% ഇടിഞ്ഞിട്ടുണ്ട്. നിലവിൽ 800-ലധികം കപ്പലുകളും 20,000-ലധികം ജീവനക്കാരും ഹോർമുസിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇതിൽ മേഴ്സ്കിന്റെ ഒരു കപ്പൽ മാത്രമാണ് US പിന്തുണയോടെ ഹോർമുസ് കടന്നത്. ഗൾഫിലെ ചില കപ്പലുകൾ ഏപ്രിൽ മാസത്തിൽ റഡാർ ഓഫ് ചെയ്ത് കടന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ട്രംപിന്റെ ഇന്നലത്തെ പ്രഖ്യാപനത്തിന് ശേഷവും ഹോർമുസിന്റെ പരപ്പിലേക്ക് കപ്പലുകൾ നീങ്ങിയിട്ടില്ല.
ഇനിയും യുദ്ധം നീളുന്നത് ഗൾഫിനെ കൂടുതൽ സാമ്പത്തികമായി ഞെരുക്കും. ഇതിനാൽ ഹോർമൂസ് തുറന്ന് യുദ്ധാവസാനത്തിലേക്ക് കാര്യങ്ങൾ വേഗത്തിൽ നീങ്ങുമെന്നാണ് പ്രതീക്ഷയെന്നും ഗൾഫിലെ വിവിധ കമ്പനി മേധാവികൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പറഞ്ഞു. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. ഇറാന്റെ ആക്രമണത്തെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങൾ രേഖപ്പെടുത്താൻ പ്രത്യേക സമിതിക്ക് രൂപം നൽകി UAE. അറ്റോർണി ജനറലിന്റെ അധ്യക്ഷതയിലാകും സമിതിയുടെ പ്രവർത്തനം. തെളിവുകൾ ശേഖരിച്ച് നാശനഷ്ടങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുകയാണ് ലക്ഷ്യം. മേഖലയിൽ സംഘർഷങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ രാജ്യത്തിന് നേരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളിലുണ്ടായ നാശനഷ്ടങ്ങൾ നിയമപരമായി രേഖപ്പെടുത്താനാണ് ദേശീയ സമിതിക്ക് UAE രൂപം നൽകിയത്. രാജ്യത്തെ നിയമങ്ങളും സാങ്കേതിക മാനദണ്ഡങ്ങളും അനുസരിച്ച് തെളിവുകൾ ശേഖരിക്കുകയാണ് ലക്ഷ്യം. UAE അറ്റോർണി ജനറൽ ആയിരിക്കും സമിതി അധ്യക്ഷൻ. UAE വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോർട്ട് ചെയർമാനുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹ്യാനാണ് പ്രഖ്യാപനം നടത്തിയത്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾ രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങളെയും പൗരന്മാർ, താമസക്കാർ, സന്ദർശകർ എന്നിവരെയും എത്രമാത്രം ബാധിച്ചുവെന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തുകയാണ് സമിതിയുടെ ചുമതല. രാജ്യത്തെ പ്രധാന മന്ത്രാലയങ്ങളുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും പ്രതിനിധികൾ സമിതിയിൽ അംഗങ്ങളായിരിക്കും. തെളിവുകളുടെ സമഗ്രത ഉറപ്പുവരുത്താൻ സാമ്പത്തിക, സാങ്കേതിക, സുരക്ഷ, നിയമ മന്ത്രാലയങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥരെയും സമിതിയിൽ ഉൾപ്പെടുത്തും. മീഡിയ 1, അബുദാബി. പശ്ചിമേഷ്യയിലെ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങൾക്കിടെ സഹകരണം ശക്തിപ്പെടുത്തി ഖത്തറും UAEയും. ഉഭയകക്ഷി വിഷയങ്ങളിൽ UAE പ്രസിഡന്റ് അടക്കം നിരവധി രാഷ്ട്ര നേതാക്കളുമായി ഖത്തർ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. നിക്ഷേപം, കൃഷി തുടങ്ങിയ മേഖലകളിൽ ധാരണാപത്രങ്ങളിലും ഇരു രാഷ്ട്രങ്ങളും ഒപ്പുവച്ചു. അബുദാബിയിൽ സമ്മേളിച്ച 7ാമത് സംയുക്ത സുപ്രീം കമ്മിറ്റി സെഷനിലാണ് പരസ്പര സഹകരണം ശക്തിപ്പെടുത്തി മുമ്പോട്ട് പോകാനുള്ള ഖത്തറിന്റെയും UAEയുടെയും തീരുമാനം. സാമ്പത്തികം, സാങ്കേതിക വിദ്യ, കാർഷികം തുടങ്ങി വിവിധ മേഖലകളിലെ ബന്ധം വിപുലപ്പെടുത്താൻ ഇരു രാഷ്ട്രങ്ങളും തീരുമാനിച്ചു. ബിസിനസ് അന്തരീക്ഷം മെച്ചപ്പെടുത്തൽ, നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കൽ, സർക്കാർ സ്വകാര്യ മേഖലകൾ തമ്മിലുള്ള പങ്കാളിത്തം എന്നിവയും ചർച്ചയായി. പ്രാദേശിക സുരക്ഷ ലക്ഷ്യമിട്ട് പ്രതിരോധ പങ്കാളിത്തവും വർദ്ധിപ്പിക്കും. ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ താനി, UAE ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാൻ എന്നിവർ യോഗത്തിന് സംയുക്തമായി അധ്യക്ഷത വഹിച്ചു. നിക്ഷേപ സഹകരണം, കൃഷി, ഭക്ഷ്യസുരക്ഷ, മുനിസിപ്പൽ സഹകരണം എന്നിവയുമായി ബന്ധപ്പെട്ട ധാരണാപത്രങ്ങളിലാണ് ഇരു രാഷ്ട്രങ്ങളും ഒപ്പുവെച്ചത്. വ്യാപാര മേഖലയിൽ ചേംബർ ഓഫ് കൊമേഴ്സുകൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്താനും സാമ്പത്തിക വിവരങ്ങൾ കൈമാറാനും ധാരണയായി. ഇരട്ട നികുതി ഒഴിവാക്കൽ കരാറുമായി ബന്ധപ്പെട്ട നടപടികളും പൂർത്തിയാക്കി. സുപ്രീം കമ്മിറ്റിയുടെ അടുത്ത സെഷന് ഖത്തർ വേദിയാകും. മീഡിയ 1, ദോഹ. പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷാവസ്ഥയിൽ നയതന്ത്ര ശ്രമങ്ങളുമായി ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി ജർമ്മനി, റഷ്യ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി ടെലിഫോൺ ചർച്ചകൾ നടത്തി. മേഖലയിൽ രാഷ്ട്രീയമായ അനുരഞ്ജനം ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത ചർച്ചയായി. പ്രാദേശിക സുരക്ഷയും സ്ഥിരതയും നിലനിർത്താൻ പരസ്പര ധാരണയും ചർച്ചകളുമാണ് പ്രധാനമെന്ന് മന്ത്രിമാർ വിലയിരുത്തി. സംഘർഷങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കാതിരിക്കാനുള്ള വഴികളാണ് സംഭാഷണത്തിൽ പ്രധാനമായും വിഷയമായത്. ചർച്ചകളിലൂടെ മാത്രമേ സുസ്ഥിരമായ സുരക്ഷ ഉറപ്പാക്കാൻ സാധിക്കൂവെന്നും ഇരു മന്ത്രിമാരും പറഞ്ഞു. പ്രതിസന്ധികൾക്കിടയിലും റെക്കോർഡ് ലാഭം നേടി ദുബായിയുടെ എമിറേറ്റ്സ് എയർലൈൻസ്. പിന്നാലെ ജീവനക്കാർക്ക് 20 ആഴ്ചത്തെ ശമ്പളം ബോണസായി നൽകാനും തീരുമാനിച്ചു. 24 ബില്യൺ ദിർഹത്തിൽ അധികമാണ് ഇത്തവണത്തെ ലാഭം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലും ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ലാഭമാണ് ദുബായിയുടെ എമിറേറ്റ്സ് എയർലൈൻസ് രേഖപ്പെടുത്തിയത്. 2025-26 സാമ്പത്തിക വർഷത്തിൽ 24.4 ബില്യൺ ദിർഹം ലാഭം നേടിയെടുത്താണ് ലോകത്തിലെ ഏറ്റവും ലാഭകരമായ എയർലൈൻ എന്ന സ്ഥാനം എമിറേറ്റ്സ് നിലനിർത്തിയത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് 7% വർധനമാണിത്. കൂടാതെ കമ്പനിയുടെ ആകെ വരുമാനം മുൻ വർഷത്തേക്കാൾ 3% വർധനവോടെ 150.5 ബില്യൺ ദിർഹമായി ഉയർന്നു. റെക്കോർഡ് നേട്ടങ്ങൾക്ക് പിന്നാലെ തങ്ങളുടെ ജീവനക്കാർക്ക് 20 ആഴ്ചത്തെ ശമ്പളം ബോണസായി നൽകുമെന്നും കമ്പനി പ്രഖ്യാപിച്ചു. സംഘർഷ സമയത്ത് ജീവനക്കാർ കാണിച്ച ധീരതയും അവിശ്വസനീയമായ അതിജീവന ശേഷിയും ഞങ്ങൾ ഒരിക്കലും മറക്കില്ലെന്നും എമിറേറ്റ്സ് ഗ്രൂപ്പ് അറിയിച്ചു. ചെയർമാനും സിഇഒയുമായ ഷെയ്ഖ് അഹമ്മദ് ബിൻ സയ്യിദ് അൽ മക്തൂം ജീവനക്കാർക്ക് അയച്ച സന്ദേശത്തിലാണ് നന്ദി രേഖപ്പെടുത്തിയത്. മീഡിയ 1, ദുബായ്. ഷാർജയുടെ ടൂറിസത്തിന് കരുത്തേകി ഖോർഫക്കാനിൽ പുതിയ റിസോർട്ട് തുറന്നു. ഖോർഫക്കാൻ തീരത്തോട് ചേർന്ന് 70 കോടി ദിർഹം ചെലവിലായിരുന്നു റിസോർട്ടിന്റെ നിർമ്മാണം. 573 ആഡംബര വീടുകളും 16 ചെറുകിട ഔട്ട്ലെറ്റുകളും ഉൾപ്പെടുന്നതാണ് പദ്ധതി. ഷാർജ എമിറേറ്റിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കരുത്തു പകരാനായി ആസൂത്രണം ചെയ്ത ഖോർഫക്കാൻ റിസോർട്ടാണ് തുറന്നത്. ഖോർഫക്കാൻ ബീച്ചിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന റിസോർട്ട് ആഡംബര താമസ സൗകര്യങ്ങളും വിനോദ സേവനങ്ങളും ഉൾപ്പെടുന്നതാണ്.
UAE സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസിമിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. 1 മുതൽ 4 വരെ ബെഡ്റൂമുകളോട് കൂടിയ 573 ആഡംബര വീടുകളും 16 ചെറുകിട ഔട്ട്ലെറ്റുകളുമാണ് പദ്ധതിയിൽ ഉൾപ്പെടുന്നത്. വീടുകൾക്കും ഷോപ്പുകൾക്കും സമീപത്തായി 1 ലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയിൽ ഹരിതയിടങ്ങൾ, ഔട്ട്ഡോർ നീന്തൽക്കുളങ്ങൾ, സ്വകാര്യ ബീച്ച് എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. കൊർഫുഖാൻ ബീച്ചിന്റെ കാഴ്ചകൾ ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലാണ് റിസോർട്ടിന്റെ രൂപകൽപ്പന. ഷാർജയിലെ ടൂറിസം, റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ നിക്ഷേപം ആകർഷിക്കുന്നതിന്റെ ഭാഗമായി എല്ലാ രാജ്യക്കാർക്കും സ്വതന്ത്രമായി ഉടമസ്ഥാവകാശവും പദ്ധതി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. മീഡിയ 1 ഷാർജ. കുവൈത്തും തുർക്കിയും സംയുക്ത സൈനിക പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ചർച്ച നടത്തി. പ്രതിരോധ മന്ത്രി ഷെയ്ഖ് അലി അബ്ദുള്ള അൽ സാലിം സബാഹിന്റെ തുർക്കി സന്ദർശനത്തിനിടെയായിരുന്നു കൂടിക്കാഴ്ച. തുർക്കി ദേശീയ പ്രതിരോധ മന്ത്രി യാസർ ഗുലറുമായാണ് ചർച്ച നടന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധവും പ്രതിരോധ സഹകരണം വിപുലീകരിക്കുന്ന വഴികളും യോഗം അവലോകനം ചെയ്തു. വ്യാവസായിക പങ്കാളിത്തം, സാങ്കേതിക വൈദഗ്ധ്യ കൈമാറ്റം തുടങ്ങിയ വിഷയങ്ങളും ചർച്ചയായി. കുവൈത്ത് തുർക്കി ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് ഇരു രാജ്യങ്ങളും പ്രതീക്ഷ പ്രകടിപ്പിച്ചു. ഇന്ത്യയിൽ നിന്നും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിലെ 1.5 ലക്ഷത്തിലധികം തീർത്ഥാടകർ ഹജ്ജിനായി സൗദിയിലെത്തി. മക്ക, മദീന വിമാനത്താവളങ്ങൾ വഴിയാണ് ഹാജിമാർ എത്തുന്നത്. കേരളത്തിൽ നിന്നും പകുതിയിലധികം തീർത്ഥാടകരും മക്കയിലെത്തിക്കഴിഞ്ഞു. ഇന്ത്യൻ തീർത്ഥാടകരുടെ വരവ് ആരംഭിച്ച് 3 ആഴ്ച പിന്നിടുമ്പോൾ 66,821 ഹാജിമാരാണ് ഇതുവരെ എത്തിയത്. 228 വിമാനങ്ങൾ ഇതിനായി സർവീസ് നടത്തി. 17 എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഹാജിമാർ എത്തുന്നത്. ജിദ്ദ, മദീന വിമാനത്താവളങ്ങൾ വഴിയാണ് തീർത്ഥാടകരുടെ വരവ്. Our Hajj operations this year began on the 18th of April with the arrival of our Hajis in Medina, and the Medina arrivals continue to happen till date. In addition to that, you would also be aware that from the 26th of April, our Hajis, after spending 8 days in Medina, have also started moving to Makkah, and all the arrivals in Makkah have also been largely smooth so far. 18,000 ഹാജിമാർ നിലവിൽ മദീന സന്ദർശനത്തിലാണ്. ബാക്കിയുള്ള ഹാജിമാരാണിപ്പോൾ മക്കയിലെത്തിയിട്ടുള്ളത്. 8 ദിവസത്തെ മദീന സന്ദർശനം പൂർത്തിയാക്കി ബാക്കിയുള്ള ഹാജിമാർ കൂടി മക്കയിലേക്ക് പുറപ്പെടും. ജിദ്ദ വഴിയുള്ള ഹാജിമാർ ഹജ്ജിനു ശേഷമായിരിക്കും മദീന സന്ദർശിക്കുക. കേരളത്തിൽ നിന്നും 7,000-ലേറെ തീർത്ഥാടകർ കൊച്ചിയിൽ നിന്നും കണ്ണൂരിൽ നിന്നുമായി എത്തിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നും ഇതുവരെ 17 വിമാനങ്ങളാണ് സർവീസ് നടത്തിയത്. കോഴിക്കോട് നിന്നുള്ള തീർത്ഥാടകർ ഈ മാസം 14 മുതൽ ജിദ്ദ വഴിയാണ് യാത്ര ക്രമീകരിച്ചിട്ടുള്ളത്. സാബിത് സലീം, മീഡിയ 1, മക്ക. KIGയുടെ നേതൃത്വത്തിലുള്ള ഈ വർഷത്തെ 2ാമത്തെ ഹജ്ജ് സംഘം കുവൈറ്റിൽ നിന്ന് പുറപ്പെട്ടു. ഫൈസൽ മഞ്ചേരിയുടെ നേതൃത്വത്തിലുള്ള 16 അംഗ സംഘമാണ് ഹജ്ജ് യാത്രയ്ക്ക് തിരിച്ചത്. ഡോക്ടർ അമീറാണ് 2ാം സംഘത്തെ നയിക്കുന്നത്. KIG ഭാരവാഹികളും ഹാജിമാരുടെ ബന്ധുമിത്രാദികളും സംഘത്തെ യാത്രയാക്കാൻ വിമാനത്താവളത്തിലെത്തിയിരുന്നു. മക്കയിലെ നിലവിലെ സംഘത്തോടൊപ്പം ചേർന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള ഹജ്ജ് ഗ്രൂപ്പുമായി ചേർന്നായിരിക്കും ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കുക. ആകെ 231 അംഗ സംഘത്തിനായുള്ള താമസവും സേവന സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. കൊറിയർ സർവീസ് കമ്പനികളുടെ സേവനങ്ങളിലുള്ള പരാതികൾ വേഗത്തിലാക്കാനുള്ള നിയമ പരിഷ്കരണവുമായി സൗദി അറേബ്യ. 5 ദിവസം കഴിഞ്ഞിട്ടും പ്രശ്നപരിഹാരമുണ്ടായില്ലെങ്കിൽ കൊറിയർ കമ്പനിക്കെതിരെ ഉപഭോക്താവിന് ഗതാഗത അതോറിറ്റിയിൽ പരാതിപ്പെടാം. അതോറിറ്റിയുടെ ഔദ്യോഗിക പ്ലാറ്റ്ഫോം വഴിയാണ് പരാതി ഫയൽ ചെയ്യേണ്ടത്. സൗദി അറേബ്യയിലെ കൊറിയർ സർവീസ് കമ്പനികളുടെ സേവനങ്ങളിലെ പരാതിയുമായി ബന്ധപ്പെട്ടാണ് നിയമപരിഷ്കരണം. ഇതുവഴി ഉപഭോക്താക്കൾക്ക് വേഗത്തിൽ നടപടി സ്വീകരിക്കാം. പാഴ്സലുകൾ ലഭിക്കുന്നതിലെ കാലതാമസമോ മറ്റു പോരായ്മകളോ സംബന്ധിച്ച പരാതികളിൽ 5 പ്രവൃത്തി ദിവസത്തിനുള്ളിൽ കമ്പനികൾ പരിഹാരം കാണണമെന്നാണ് നിർദ്ദേശം. 5 ദിവസം കഴിഞ്ഞിട്ടും മറുപടി നൽകുകയോ പ്രശ്നം പരിഹരിക്കുകയോ ചെയ്തില്ലെങ്കിൽ ഉപഭോക്താവിന് പരാതി ഗതാഗത അതോറിറ്റിയിലേക്ക് കൈമാറാം. പരാതികൾ ജനറൽ അതോറിറ്റി ഫോർ ട്രാൻസ്പോർട്ടിന്റെ ഔദ്യോഗിക പ്ലാറ്റ്ഫോം വഴി ഫയൽ ചെയ്യാവുന്നതാണ്. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, പാർസൽ സേവനങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുക തുടങ്ങിയവയുടെ ഭാഗമായാണ് നിയമപരിഷ്കാരം. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് സുരക്ഷാ സംവിധാനം ശക്തിപ്പെടുത്താൻ കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം മാനവ വിഭവശേഷി, വിവര സാങ്കേതിക മേഖലകൾ നവീകരിക്കുന്ന നടപടികളാണ് തുടരുന്നത്. എല്ലാ ഫീൽഡ് വിഭാഗങ്ങൾക്കും സംയോജിത സാങ്കേതിക പിന്തുണ നൽകുമെന്ന് മന്ത്രാലയം അറിയിച്ചു. വേഗത്തിലുള്ള ഏകോപനവും പ്രവർത്തന കാര്യക്ഷമതയും ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. സുരക്ഷാ ആവശ്യങ്ങൾക്ക് കൂടുതൽ ഫലപ്രദമായി പ്രതികരിക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. രാജ്യത്തെ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികളുടെ ഭാഗമാണിതെന്നും മന്ത്രാലയം അറിയിച്ചു. കുവൈറ്റിൽ പൊടിക്കാറ്റിനും ചൂടിനും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. നാളെ വൈകുന്നേരം വരെ അസ്ഥിര കാലാവസ്ഥ തുടരാനാണ് സാധ്യത.
ചില സമയങ്ങളിൽ ശക്തമായ കാറ്റും തുറസ്സായ പ്രദേശങ്ങളിൽ പൊടിപടലവും ഉണ്ടാകും. ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. താപനില 35 മുതൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാനും സാധ്യത. വാഹനം ഓടിക്കുന്നവരും കടൽ യാത്രക്കാരും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം. സൗഹൃദ സന്ദർശനത്തിനായി ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സീസി ഒമാനിലെത്തി. മസ്കത്തിലെ അൽ ബറക്ക കൊട്ടാരത്തിൽ ഒമാൻ സുൽത്താൻ ഹൈത്തം ബിൻ താരിഖുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. US ഇറാൻ പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള നയതന്ത്ര ഇടപെടലുകൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. സൗഹൃദ സന്ദർശനത്തിന്റെ ഭാഗമായാണ് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സീസി ഒമാനിലെത്തിയത്. റോയൽ വിമാനത്താവളത്തിലെത്തിയ ഈജിപ്ഷ്യൻ പ്രസിഡന്റിനെ ഒമാൻ സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് നേരിട്ടെത്തി സ്വീകരിച്ചു. തുടർന്ന് മസ്കത്തിലെ അൽബർക്ക കൊട്ടാരത്തിൽ വെച്ച് ഇരുവരും കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യയിലെ നിലവിലെ രാഷ്ട്രീയ സാമ്പത്തിക സുരക്ഷാ സാഹചര്യങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. മേഖലയിലെ വർദ്ധിച്ചുവരുന്ന പിരിമുറുക്കങ്ങൾ കുറക്കുന്നതിന് അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ശ്രമങ്ങളെ ഇരു നേതാക്കളും പിന്തുണച്ചു. മേഖലയിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് സൈനിക നീക്കങ്ങളെക്കാൾ രാഷ്ട്രീയ പരിഹാരങ്ങൾക്കാണ് മുൻഗണന നൽകേണ്ടതെന്ന കാര്യത്തിൽ ഇരു രാജ്യങ്ങളും ഒരേ നിലപാട് പങ്കുവച്ചു. ഒമാനും ഈജിപ്തും തമ്മിലുള്ള ആഴത്തിലുള്ള ഉഭയകക്ഷി ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന കൂടിയാണ് ഈജിപ്ഷ്യൻ പ്രസിഡന്റിന്റെ ഒമാൻ സന്ദർശനം. മേഖലയിലെ സമാധാനത്തിനും സ്ഥിരതയ്ക്കുമായി ഒമാൻ നടത്തിവരുന്ന മധ്യസ്ഥ ശ്രമങ്ങളുടെയും നയതന്ത്ര നീക്കങ്ങളുടെയും തുടർച്ചയായാണ് ഈ ഉന്നതതല കൂടിക്കാഴ്ചയെ വിലയിരുത്തുന്നത്. മീഡിയ 1 മസ്കത്ത്. UAE-യിൽ ചൂട് കൂടാൻ ആരംഭിച്ചതോടെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. എയർ കണ്ടീഷൻ ചെയ്ത ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളുടെ പ്രവർത്തനക്ഷമത ഉറപ്പാക്കാനായിരുന്നു പരിശോധന. 621 സ്ഥലങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന 895 ബസ് ഷെൽട്ടറുകളിലാണ് അധികൃതർ പരിശോധന പൂർത്തിയാക്കിയത്. കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ സാങ്കേതിക തകരാറുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ പരിഹരിക്കാൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ക്വിക്ക് റെസ്പോൺസ് ടീമുകളും സജ്ജമായിട്ടുണ്ട്. സൗദിയിൽ ഈ വർഷവും 100-ലേറെ പുതിയ സ്കൂളുകൾ തുറക്കും. കഴിഞ്ഞ വർഷം മാത്രം രാജ്യത്തൊട്ടാകെ 120 സ്കൂളുകളാണ് തുറന്നത്. വിദേശികൾക്കും നിരവധി തൊഴിലവസരങ്ങളാണ് ഇതിന്റെ ഭാഗമായി ലഭിക്കുക. നിലവിൽ 143 അന്താരാഷ്ട്ര സ്കൂളുകളാണ് സൗദിയിലുള്ളത്. വിദേശത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കമ്പനികൾക്കും നിക്ഷേപം അനുവദിച്ചതിന് ശേഷം സൗദിയിൽ വിദേശി സ്വദേശി സ്കൂളുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ വർഷം മുതൽ ഇതുവരെ 199 വിദേശ കമ്പനികൾക്കാണ് സ്കൂളുകൾ ആരംഭിക്കാൻ ലൈസൻസ് നൽകിയത്. ഈ കമ്പനികൾക്ക് കീഴിൽ നിരവധി സ്കൂളുകൾ സൗദിയിൽ വരും. 2025 മാത്രം 120 പുതിയ സ്കൂളുകൾ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെ തുറന്നു. ഈ വർഷവും 100-ലേറെ പുതിയ സ്കൂളുകൾ തുറക്കും. പല പ്രശസ്ത വിദേശ സ്കൂളുകളുടെയും ബ്രാഞ്ചുകളും റിയാദ്, ജിദ്ദ, കിഴക്കൻ പ്രവിശ്യകളിൽ വരുന്നുണ്ട്. UK-യിലെ ഷെർബോൺ, ബക്സ്വുഡ്, റീഗേറ്റ് ഗ്രാമർ തുടങ്ങിയ സ്കൂളുകൾ പുതുതായി റിയാദിൽ വന്നു. നിലവിൽ സൗദി അറേബ്യയിൽ ഏകദേശം 143 അന്താരാഷ്ട്ര സ്കൂളുകൾ ഉണ്ട്. ഇവയിൽ ഭൂരിഭാഗവും ബ്രിട്ടീഷ്, അമേരിക്കൻ, IB തുടങ്ങിയ വിദേശ പാഠ്യപദ്ധതികൾ പിന്തുടരുന്നവയാണ്. പ്രവാസികൾക്കൊപ്പം ആശ്രിത വിസയിലുള്ളവർക്ക് അജീർ വഴി രജിസ്ട്രേഷൻ പൂർത്തിയാക്കി യോഗ്യതക്കനുസരിച്ച് ഇത്തരം ജോലികളിൽ കയറാനാകും. സൗദിയിലെ ആകെയുള്ള സ്കൂളുകളുടെ എണ്ണം 31,000-ത്തിലധികം വരും. ഇതിൽ 86% സൗദി സ്കൂളുകളാണ്. ഇവയുടെ ഗുണനിലവാരം ഉയർത്താൻ സ്വകാര്യ കമ്പനികൾക്ക് കൈമാറുന്നതാണ് ഇപ്പോൾ നടക്കുന്ന ഘട്ടം. അവയിൽ വിദേശികൾക്കും തൊഴിലവസരങ്ങളുണ്ട്. സ്വകാര്യ സ്കൂളുകൾ 14 മുതൽ 22% വരെ മാത്രമാണ്. പുതുതായി വരുന്ന സ്കൂളുകളിൽ ഭൂരിഭാഗവും റിയാദ്, ജിദ്ദ, മക്ക, മദീന, കിഴക്കൻ പ്രവിശ്യകളിലാണ്. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. മസ്കറ്റിലെ വിവിധയിടങ്ങളിൽ ഭക്ഷ്യപരിശോധന കർശനമാക്കി അധികൃതർ. 2 ദിവസം നീണ്ടുനിന്ന പരിശോധനാ ക്യാമ്പയിനിൽ 58 ഇടങ്ങളിൽ പരിശോധന നടത്തുകയും ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത സ്ഥാപനങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. ഗുരുതരമായ വീഴ്ച കണ്ടെത്തിയ ഒരു സ്ഥാപനം അധികൃതർ അടപ്പിച്ചു. മനുഷ്യോപയോഗത്തിന് അനുയോജ്യമല്ലാത്ത ഇറച്ചി, ചിക്കൻ തുടങ്ങിയവ കണ്ടെടുത്ത് നശിപ്പിച്ചു. മസ്കത്ത് നഗരത്തിലെ താമസക്കാരുടെയും സന്ദർശകരുടെയും ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് പരിശോധനാ ക്യാമ്പയിനെന്ന് അധികൃതർ പറഞ്ഞു. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ വരും ദിവസങ്ങളിലും പരിശോധനകൾ തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ബഹ്റൈൻ പാർലമെന്റിലെ 3 പ്രമുഖ എംപിമാരുടെ അംഗത്വം റദ്ദാക്കാൻ ഇന്ന് നടന്ന അസാധാരണ സമ്മേളനത്തിൽ തീരുമാനം. സഭയുടെ 1ാം ഡെപ്യൂട്ടി സ്പീക്കർ അബ്ദുൽ നബി സൽമാൻ അടക്കമുള്ള 3 പേർക്കെതിരെയാണ് വോട്ടെടുപ്പിലൂടെ ഐക്യകണ്ഠേനയുള്ള നടപടിയെടുക്കാൻ തീരുമാനിച്ചത്. ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ അനുകൂലിച്ചവർക്കെതിരെ സർക്കാർ സ്വീകരിച്ച നടപടികളെ വിമർശിച്ചുകൊണ്ട് 3 എംപിമാർ നടത്തിയ പ്രസ്താവനകൾ കാരണമാണ് നടപടി. രാജ്യത്തിന്റെ പരമാധികാരത്തെയും ദേശീയ ഐക്യത്തെയും ചോദ്യം ചെയ്യുന്ന നിലപാടുകൾ ജനപ്രതിനിധികളിൽ നിന്നുണ്ടാകാൻ പാടില്ലെന്ന് നടപടിയെ പിന്തുണച്ച് പാർലമെന്റിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു.
കുവൈറ്റിൽ 316 പേരുടെ പൗരത്വം പിൻവലിച്ചു. ആശ്രിതരായി പൗരത്വം നേടിയവരും നടപടി നേരിട്ടവരിൽ ഉൾപ്പെടുന്നു. ഇത് സംബന്ധിച്ച് 5 ഉത്തരവുകളും 2 മന്ത്രിസഭാ തീരുമാനങ്ങളും ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചു. 288 പേരുടെ പൗരത്വം റദ്ദാക്കുന്നതാണ് പ്രധാന ഉത്തരവുകളിൽ ഒന്ന്. ദേശീയതാ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് നടപടി സ്വീകരിച്ചതെന്ന് അധികൃതർ അറിയിച്ചു. നടപടികളുടെ ഭാഗമായി പൗരത്വ സർട്ടിഫിക്കറ്റുകൾ പിൻവലിക്കുകയും ആശ്രിതരുടെ പൗരത്വവും റദ്ദാക്കുകയും ചെയ്തു. ജലീബിലെ 42 സുരക്ഷിതമല്ലാത്ത കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റൽ ആരംഭിച്ച കുവൈറ്റ് മുനിസിപ്പാലിറ്റി താമസക്കാർക്കും പൊതുജനങ്ങൾക്കും അപകടകരമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ഫർവാനിയ ഗവർണറേറ്റിലെ വിവിധ ബ്ലോക്കുകളിലായാണ് കെട്ടിടങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. കെട്ടിടങ്ങൾ ഒഴിപ്പിക്കുകയും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും ചെയ്ത ശേഷമാണ് പൊളിക്കാൻ ആരംഭിച്ചത്. പൊതുജന സുരക്ഷ ഉറപ്പാക്കാൻ പ്രത്യേക സുരക്ഷാ നടപടികളും സ്വീകരിച്ചതായി അധികൃതർ അറിയിച്ചു. അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾക്കെതിരെ നടപടികൾ തുടരുമെന്ന് മുനിസിപ്പാലിറ്റി വ്യക്തമാക്കി. ഒരു ജീവന് വേണ്ടി ഒരു തുള്ളി രക്തം എന്ന സന്ദേശവുമായി വോയിസ് കുവൈത്തും BDK കുവൈത്തും ചേർന്ന് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ജാബ്രിയ സെൻട്രൽ ബ്ലഡ് ബാങ്കിൽ സംഘടിപ്പിച്ച ക്യാമ്പ് വോയിസ് കുവൈത്ത് ചെയർമാൻ PG ബിനു ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ പ്രവർത്തകൻ മനോജ് മാവേലിക്കര രക്തദാന സന്ദേശം നൽകി. വിവിധ സാമൂഹിക സംഘടനാ പ്രതിനിധികളും വോയിസ് BDK ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു. രക്തദാന ക്യാമ്പിൽ പങ്കെടുത്ത ദാതാക്കളെ സർട്ടിഫിക്കറ്റുകൾ നൽകി ആദരിച്ചു. മാധ്യമപ്രവർത്തകൻ വിക്ടർ ജോസഫിന്റെ വിയോഗത്തിൽ കേരള പ്രസ് ക്ലബ് കുവൈത്ത് അനുശോചിച്ചു. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. കുവൈറ്റിലെ ഏഷ്യാനെറ്റ് റിപ്പോർട്ടറായും ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂളിൽ അധ്യാപകനായും പ്രവർത്തിച്ചിരുന്നു. എല്ലാവരോടും സൗഹൃദപരമായി പെരുമാറിയ വ്യക്തിയായിരുന്നു അദ്ദേഹമെന്ന് സഹപ്രവർത്തകർ അനുസ്മരിച്ചു. ഇന്ത്യൻ വോളിബോൾ താരം മനു ജോസഫിന്റെ സഹോദരനാണ്. വിക്ടർ ജോസഫിന്റെ വേർപാടിൽ പ്രസ് ക്ലബ് ഭാരവാഹികൾ അനുശോചനം. സൗദി ഹൈപ്പർ അൽ വഫ സീക്കോ ദമാം ഔട്ട്ലെറ്റിൽ വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. ഉപഭോക്താക്കൾക്കായി നിരവധി ഓഫറുകളും സമ്മാനങ്ങളും ഒരുക്കിയാണ് ഒന്നാം വാർഷികാഘോഷം. ആഘോഷം ഈ മാസം 9 വരെ നീണ്ടു നിൽക്കും. സൗദിയിലെ മുൻനിര റീറ്റെയിൽ ഔട്ട്ലെറ്റായ ഹൈപ്പർ അൽ വഫ സീക്കോ ദമ്മാം ബ്രാഞ്ചിൽ ഒന്നാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. ദമ്മാം ഫിലിപ്പൈൻ ഇന്റർനാഷണൽ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ റിക്കി എൻറിക്കസ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഗവേണിംഗ് ബോർഡ് ചെയർമാൻ എഞ്ചിനീയർ ക്രിസ്റ്റഫർ ഫെന, വൈസ് പ്രിൻസിപ്പൽ ഗരോഡ് ബരറ്റ്, ഹൈപ്പർ അൽ വഫ ദമ്മാം റീജിയണൽ മാനേജർ നബീൽ, പർച്ചേസിംഗ് മാനേജർ മൻസൂർ, റീജിയണൽ HR സജീർ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി ഉപഭോക്താക്കൾക്കായി മികച്ച ഓഫറുകളും നിരവധി സമ്മാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരുപാട് ഓഫേഴ്സുകൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കാരണം അവരാണ് ഞങ്ങളെ ഈ ഒരു വർഷം ഇത്രയും നല്ല രീതിയിൽ ഞങ്ങളിവിടെ ഒരു സക്സസ്ഫുൾ ആയിട്ട് ഈ ഒരു വർഷം ഞങ്ങളെ കംപ്ലീറ്റ് ചെയ്യാൻ അവരാണ് ഞങ്ങളെ മേജർ കാരണം. അവർക്ക് ബെനിഫിറ്റ്സുകൾ കസ്റ്റമേഴ്സിന് കൊടുക്കാമെന്നുള്ളതിൻ്റെ ഭാഗമായിട്ടും കൂടിയാണ് ഞങ്ങൾ ഈ ആനിവേഴ്സറി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആഘോഷം തങ്ങളുടെ ഉപഭോക്താക്കൾക്കൊപ്പം എന്നതാണ് വാർഷികാഘോഷത്തിന്റെ പ്രത്യേകത. റാഫിൽ ഡ്രോയിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 50 ഫ്രീ ട്രോളികൾ, ഗസ ട്രോളി, കുട്ടികൾക്കും കുടുംബങ്ങൾക്കും പങ്കെടുക്കാവുന്ന മ്യൂസിക്കൽ ഇവന്റ്സ് തുടങ്ങിയവ ആഘോഷത്തിന്റെ ഭാഗമാണ്. ട്രോളി ഫോർ ഫ്രീ എന്ന് പറഞ്ഞിട്ട് ഒരു 50 ട്രോളി ഒരു 4 ദിവസം കൊണ്ട് നമ്മൾ കസ്റ്റമർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിൻ്റെ ഒരു പരിപാടി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഞങ്ങൾ ഗസ് ദ ട്രോളി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ മറ്റേ മ്യൂസിക്കൽ ഇവൻറ്റ്സ് കിഡ്സിനും കസ്റ്റമേഴ്സിനൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് മ്യൂസിക്കൽ ഇവൻറ്റ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ ബർത്ത്ഡേ ഈ 6 to 9 ഇടയിൽ ആരുടെയൊക്കെയും ബർത്ത്ഡേ ഉണ്ടായാൽ അവർക്കൊരു ഫ്രീ കേക്ക് ഞങ്ങൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. വാർഷികാഘോഷം മെയ് 6 മുതൽ 9 വരെ നീണ്ടു നിൽക്കും. മീഡിയ 1 ദമ്മാം. ഖത്തർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സ്വർണ്ണ മെഡൽ നേട്ടവുമായി മലയാളി വിദ്യാർത്ഥികൾ. ഖത്തർ അമീറിൽ നിന്നാണ് വിദ്യാർത്ഥികൾ പുരസ്കാരം ഏറ്റുവാങ്ങിയത്. യൂണിവേഴ്സിറ്റിയിലെ വിവിധ വിഭാഗങ്ങളിൽ നിന്ന് ഉയർന്ന വിജയം നേടിയ 180 വിദ്യാർത്ഥികളെയാണ് അമീർ ആദരിച്ചത്. മലയാളികളുടെ നേട്ടം ഖത്തറിലെ പ്രവാസി സമൂഹത്തിനും അഭിമാനമായി.
വിദ്യാഭ്യാസ മികവിന് ഖത്തർ അമീറിന്റെ കയ്യിൽ നിന്ന് ഗോൾഡ് മെഡൽ വാങ്ങിയ കുറച്ച് മിടുക്കരാണ് നമ്മുടെ കൂടെയുള്ളത്. ഖത്തർ അമീറിന്റെ കയ്യിൽ നിന്ന് നേരിട്ട് എഡ്യൂക്കേഷണൽ എക്സലൻസിനുള്ള അവാർഡ് വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് വളരെ വലിയൊരു നേട്ടമാണ് അല്ലേ? എന്തിനാ പഠിക്കുന്നത്? ഞാൻ BBA മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. എന്താണ് ഒരു ഫീലിംഗ്? എന്താണ് ആ ഫീലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു എൻവയറമെന്റിൽ ഒരു സ്റ്റേജിൽ സ്റ്റെപ്പ് അപ്പ് ചെയ്യുമ്പോൾ അമീറും ചുറ്റുവട്ടത്തുള്ള ആൾക്കാരൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു നെർവസ്നെസ് വരും. പക്ഷെ നമ്മളത് അച്ചീവ്മെന്റ് ചെയ്യാൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആണ്. നിങ്ങളുടെ സബ്ജക്ട് എന്തായിരുന്നു? കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. ഈ ഒരു മൊമെന്റ് എങ്ങനെയുണ്ട്? അടിപൊളി, സന്തോഷം. ആമീറിൻ്റെ അടുത്തിന് നേരിട്ട് വാങ്ങണം പറഞ്ഞൊക്കെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. പ്രൈസ് വാങ്ങുന്ന സമയത്ത് ആമീർ അറബിക്കിൽ എന്തോ പറഞ്ഞായിരുന്നു, എനിക്ക് ശരിക്കും അത്ര പിടിച്ചില്ല എന്താ പറഞ്ഞതിന്. ഞാൻ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് പ്രൈസ് വാങ്ങിച്ചിട്ട് വന്നു. എന്താണ് ഭാവിയിലെ ഒരു പ്ലാൻ? എന്താ? ഞാൻ ഖത്തർ സയൻസ് ടെക്നോളജി പാർക്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ, ഫുൾ ടൈം ആവാൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് സ്വന്തം ബിസിനസ്സൊക്കെ തുടങ്ങാനാണ് ഒരു. ഇത് സ്വപ്നത്തിലുണ്ടായിരുന്നോ? ഇത് അങ്ങനെ എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ അക്കാഡമിക്കലി പിന്നെ ഓരോ കോഴ്സുകൾ എടുത്ത് പിന്നെ അവസാനം പിന്നെ റിയലൈസ് ചെയ്യാൻ തുടങ്ങി ഞാൻ വരുന്ന അടുത്ത് കിട്ടാൻ പോവാണ്. അധികം ടൈമിലായിരുന്നു, ഒരു 30 സെക്കൻഡ്സ് എന്നൊക്കെ പറയാം. പക്ഷെ ആ 30 സെക്കൻഡ്സിന് ഒരു വലിയൊരു മൊമെൻ്റാണ്. IT, കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്, ആ ഫീൽഡിലുള്ള ഓരോ സബ്ജക്ട്സാണ് പഠിക്കൽ. പിന്നെ ഞാൻ സ്പെഷ്യലൈസ് ചെയ്യണത് സൈബർ സെക്യൂരിറ്റിയിലാണ്. നല്ല സന്തോഷമുണ്ട്. ഇതൊരു ടാർഗറ്റ് ചെയ്ത ഒരു കാര്യമായിരുന്നു 3-4 വർഷമായിട്ട്. അപ്പോൾ വളരെ ഹാപ്പിയാണ് ഞാൻ. പ്ലാൻഡാണ്? അതെ, പ്ലാൻഡ് ആണ്. ഞാൻ ഈ 3.5 GP അബവ് കിട്ടണത് മനസ്സിലാക്കിയപ്പോൾ, എമീറിൻ്റെ അടുത്ത് നിന്ന് തന്നെ അവാർഡ് കിട്ടണം മനസ്സിലാക്കിയപ്പോൾ അത് മുതലേ ടാർഗറ്റ് വെച്ചതാണ്. പാരൻസ് എന്ത് പറഞ്ഞു? പാരൻസ് നല്ല സന്തോഷം, നല്ല ഹാപ്പിയാണ് അവർ. കെമിക്കൽ എഞ്ചിനീയറിംഗ്, BSc കെമിക്കൽ എഞ്ചിനീയറിംഗ് 4 വർഷം കോഴ്സാണ് പഠിച്ചത്. BSc കമ്പ്യൂട്ടർ സയൻസ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ സൈബർ സെക്യൂരിറ്റി. അൽഹംദുലില്ലാഹ് വളരെ നല്ലൊരു മൂമെൻ്റ് ആയിരുന്നു. അതായത് ഒരു സർറിയൽ മൂമെൻ്റ് ആയിരുന്നു. ഇപ്പോൾ ഒരു വേർഡ്സിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരു ഇതായിരുന്നു. അൽഹംദുലില്ലാഹ്. ചാലഞ്ചസ് പറയാനില്ല, മെയിനായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. പിന്നെ നമ്മൾ നല്ലൊരു ടീം എഫേർട്ടായിരുന്നു ഇവിടെയുള്ള. ഞാൻ അനന്തുവായാലും സഫാൻ്റെ ഒന്നിച്ചായിരുന്നു, നമ്മൾ 3 ആൾ ഒന്നിച്ചായിരുന്നു പ്രൊജക്റ്റുകളും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ പ്യൂർലി ടീം എഫേർട്ടും കൺസിസ്റ്റൻസി മാത്രമാണ് അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ് ഇതൊക്കെ വരുന്നതെന്നാണ് വിശ്വസിക്കുന്നത്. ടീമായിട്ട് തന്നെ നേടിയതാണ്. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്തത് കൺസിസ്റ്റൻസിയും, ഇപ്പോൾ അജ്മൽ പറഞ്ഞ പോലെ കൺസിസ്റ്റൻസിയും ഒരു ഒത്തൊരുമയും എല്ലാം കൂടിയാണ് നമുക്ക് 4 വർഷത്തെ കഠിനാധ്വാനമാണ് നമുക്കൊരു നല്ല റിസൾട്ടായി കിട്ടി. അതിനോട് ഭയങ്കര സന്തോഷവും. ഏതായാലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനാർഹമായ നേട്ടം കൂടിയാണിത്. ദോഹയിൽ നിന്ന് അഷ്റഫ് മുഷരിക്കൊപ്പം അബ്ബാസ് മുഹമ്മദ്, മീഡിയ 1. 2025 പകുതിയോടെ ബഹ്റൈനിലെ ജനസംഖ്യ 16 ലക്ഷം പിന്നിട്ടതായി ഔദ്യോഗിക കണക്കുകൾ. ഇതിൽ 8.50 ലക്ഷത്തിലേറെ പ്രവാസികളാണ്. ആകെ പ്രവാസികളുടെ എണ്ണം 8,87,163 ആണെന്നും ഓപ്പൺ ഡാറ്റ പോർട്ടൽ പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു. ജനസംഖ്യയിൽ 61.7% പുരുഷന്മാരും ഏറ്റവും അധികം ആളുകൾ താമസിക്കുന്നത് ക്യാപിറ്റൽ ഗവർണറേറ്റിലുമാണ്. സൗദിയിൽ 21 ഇനം ചക്കകളും ചക്ക വിഭവങ്ങളുമായി വിരുന്നൊരുക്കിയ ലുലു ഗ്രൂപ്പ്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ചക്കകളും ഉൽപ്പന്നങ്ങളും പരിചയപ്പെടുത്തുകയാണ് ലക്ഷ്യം. ഒരാഴ്ച നീളുന്നതാണ് ചക്ക വിരുന്ന്. ചക്ക വൈവിധ്യങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ അണിനിരത്തുകയാണ് സൗദിയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകൾ. ചക്ക വിരുന്ന് എന്ന പേരിലാണ് പരിപാടി. ചക്ക വൈവിധ്യങ്ങൾ, ചക്ക വിഭവങ്ങൾ തുടങ്ങിയവ ഒരുക്കിയിട്ടുണ്ട്. സൗദിയിലുടനീളമുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ ചക്ക വിരുന്ന് ഒരാഴ്ച തുടരും. ഇന്ത്യ, ശ്രീലങ്ക അടക്കമുള്ള രാജ്യങ്ങളിലെ 21 ചക്ക ഇനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിന്റെ സ്വന്തം ചക്ക ഇനങ്ങളായ സിന്ദൂർ വരിക്ക, കംബോഡിയ റെഡ്, തേൻ വരിക്ക, ദുരിയാൻ, മുള്ളൻചക്ക, ആഞ്ഞലിച്ചക്ക തുടങ്ങിയവയും സുലഭമാണ്. ഈ മാസം 12 വരെ തുടരുന്ന ചക്ക വിരുന്നിന്റെ ഭാഗമാകാൻ ദിനേന നിരവധി ഉപഭോക്താക്കളാണ് എത്തുന്നത്. മീഡിയ 1, റിയാദ്. സൗദിയിലെ ഡ്രൈവർമാർക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഒരുങ്ങുന്നു. ഇസ്മ മെഡിക്കൽ സെന്ററിന്റെ സഹകരണത്തോടെയായിരിക്കും പരിപാടി. ശനിയാഴ്ച രാവിലെ 8 മുതൽ വൈകുന്നേരം 5 വരെ റിയാദിലെ ഇസ്മ മെഡിക്കൽ സെന്ററിലായിരിക്കും ക്യാമ്പ്. ഈ മാസം 9-ന്, അതായത് ശനിയാഴ്ച 8 മുതൽ വൈകുന്നേരം 5 വരെ റിയാദിലെ ഇസ്മ മെഡിക്കൽ സെന്ററിലായിരിക്കും മെഡിക്കൽ ക്യാമ്പ് ഒരുങ്ങുക. സൗദിയിലെ ഡ്രൈവർമാർക്കായാണ് സംവിധാനം.
സേഫ് വേ സ്വാന്തനം എന്ന പേരിലാണ് പരിപാടി. രക്തസമ്മർദ്ദം, പ്രമേഹം, കൊളസ്ട്രോൾ, ക്രിയാറ്റിനിൻ, BMA പരിശോധനകൾ തുടങ്ങിയവ ക്യാമ്പിൽ സൗജന്യമായി ലഭ്യമാകും. മലയാളി ഡോക്ടർമാർ നേതൃത്വം നൽകുന്ന ജനറൽ വിഭാഗം, നേത്രരോഗ വിഭാഗം, ദന്തരോഗ വിഭാഗം എന്നിവയുൾപ്പെടെ വിവിധ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനവും ക്യാമ്പിലുണ്ടാകും. ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന രോഗികൾക്ക് ECG, എക്സ്റേ, അൾട്രാസൗണ്ട് സ്കാനിംഗ് എന്നിവയും സൗജന്യമായി നൽകും. ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് തുടർന്നുള്ള ചികിത്സകൾക്ക് പ്രത്യേക ഡിസ്കൗണ്ടും ലഭ്യമാക്കും. ഹെൽത്ത് ഇൻഷുറൻസ് കാർഡില്ലാത്തവർക്ക് മുൻഗണന നൽകും. ക്യാമ്പിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണമെന്നും ഭാരവാഹികൾ റിയാദിൽ ചേർന്ന വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ സേഫ് വേ സ്വാന്തനം ഭാരവാഹികളായ ബഷീർ കുട്ടമ്പൂർ, റഹീം വയനാട്, ജെയ്സൺ നന്മണ്ട, ഷംസുദ്ദീൻ കായംകുളം, വാഹിദ് അരീക്കോട്, ഹനീഫ കാസർകോട്, ഇസ്മ മെഡിക്കൽ സെന്റർ പ്രതിനിധികളായ CK ഫാഹിദ്, റഫീഖ് പന്നിയങ്കര എന്നിവർ പങ്കെടുത്തു. മീഡിയ 1 റിയാദ്.